ചെന്താമര എന്ന ക്രൂരനായിട്ടുള്ള ഒരു കൊലപാതകി 2019 ഒരു സ്ത്രീയെ വെട്ടി കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയുടെ ഭർത്താവിനെയും ആ ഭർത്താവിൻ്റെ മാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തി. ഈ രണ്ട് സംഭവങ്ങളും നടന്നിട്ടുള്ളത് നെന്മാറയിലാണ്, പാലക്കാടാണ്. ഈ പാലക്കാട് നെന്മാറയിൽ നിന്ന് നടന്നതിന് ശേഷം കാണുന്ന രംഗങ്ങൾ നമ്മുടെ ആരുടെയും കണ്ണ് നനയിക്കുന്നതാണ്, ഹൃദയം തകർന്നു പോകുന്നതാണ്. അത് രണ്ട് പെൺകുട്ടികളാണ്. ആ രണ്ട് പെൺകുട്ടികൾ ഒരാൾ ജോലി ചെയ്യുകയാണ്, ഒരാൾ പഠിക്കുകയാണ്. ഈ രണ്ട് പെൺകുട്ടികളും ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യം, ഞങ്ങൾ പോലീസുകാരുടെ അടുത്ത് പരാതി പറഞ്ഞതാണ്, നിങ്ങളൊന്ന് നടപടിയെടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ അനാഥരാകില്ലായിരുന്നു, ഞങ്ങളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ്. ഈ ചെന്താമര എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള കൊലപാതകയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് വലിയ ഭീഷണികളുണ്ടായിരുന്നു. ആ ഭീഷണികൾ ഉണ്ടായത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ച് ഇവർ മറ്റൊരു ബന്ധുവീട്ടിലാണ് അഭയം പ്രാപിച്ചിരുന്നത്. അച്ഛൻ വരുന്ന സമയത്ത് മാത്രമേ ഈ പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് വരാറുണ്ടായുള്ളൂ. കാരണം ഈ ചെന്താമര അയൽവാസിയാണ്. അപ്പോൾ ഈ അയൽവാസിയായിട്ടുള്ള ചെന്താമരയുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭീഷണികളുണ്ടെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികൾ ചെന്ന് പരാതി കൊടുത്തിരുന്നുവെന്നും, പക്ഷെ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു താക്കീത് നൽകി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിട്ടയക്കുകയായിരുന്നു എന്നുള്ളതാണ്. അയാൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോലും കയറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതൊക്കെ സംഭവിക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് അവിടെ ചില പ്രത്യേകതകളുണ്ട് കേരളത്തിൽ. കാരണം പല കേസുകളിലും പല പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ 45-50 ലക്ഷം രൂപ മുടക്കി നിയമോപദേശം തേടുന്ന ഒരു സർക്കാരാണ് നമ്മുടേതെന്ന് മറന്നുകൂടാ. അതുപോലെ തന്നെ മറ്റു പല പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകളിൽ പോലും ജാമ്യം റദ്ദാക്കാനായിട്ട് മേൽക്കോടതികളിലേക്ക് പോകുന്ന സർക്കാരാണ്. ഞാൻ എൻ്റെ ലിസ്റ്റുകളൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും അതുപോലെ മറ്റു പലരുടെയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഒരു ജാമ്യ വ്യവസ്ഥകൾ നിഷ്കരണം ലംഘിച്ചിട്ടുള്ള ഒരു പ്രതിക്കെതിരെ നടപടിയെടുക്കാൻ കോടതികളിലേക്ക് പോകാതിരുന്നു. അങ്ങനെ പോയിരുന്നുവെങ്കിൽ, അദ്ദേഹത്തെ പിടിച്ച് വീണ്ടും ജയിലിലിട്ടിരുന്നുവെങ്കിൽ, ഈ ചെന്താമര എന്ന് പറയുന്ന ക്രൂരനായ കൊലപാതകയെ പിടിച്ച് ജയിലിലിട്ടിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ കൊലപാതകം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ രണ്ട് പെൺകുട്ടികൾ അവർ അനാഥരായിരിക്കുകയാണ്. ഇത് നമ്മുടെ സർക്കാരിൻ്റെ അങ്ങേയറ്റത്തെ പിടിപ്പുകേടാണ്. ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്താണ്? നയിച്ചിട്ടുള്ള കാരണങ്ങൾ അവിടുത്തെ SHOയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല കാരണം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ലോ ആൻഡ് ഓർഡറിലേക്ക് കഴിവില്ലാത്ത, ഞങ്ങൾ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഇവർ നിയമിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ആ അവസ്ഥയായതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, ഈ പറയുന്ന എറണാകുളത്തുള്ള നോർത്ത് പറവൂരിൽ ഒരു പയ്യൻ ഒരു സ്ത്രീയെ വെട്ടിക്കൊന്നത് നമുക്കറിയാം, 3 പേരെ ആക്രമിച്ചത് നമുക്കറിയാം, ഒരാൾ മാത്രം രക്ഷപ്പെട്ടത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം കൂടുന്നതിൻ്റെ കാരണം നമ്മുടെ ഉദ്യോഗസ്ഥരും കീ പോസ്റ്റുകളിലുമെല്ലാം തന്നെ കഴിവ് കുറഞ്ഞ, പകരം പാർട്ടിയുടെ അടിമകളായി എന്ത് വൃത്തികേടും ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനം ആകെ താറുമാറായിട്ടുള്ളത്. പകരം കഴിവുള്ള മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ഇവരുടെ സെക്യൂരിറ്റികൾക്കും അതുപോലെ VIP സെക്യൂരിറ്റികൾക്കും പകരം ട്രാഫിക്കിലേക്കുമൊക്കെ നിയമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഒരു എൻ്റയർ കേരളത്തിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ഒരു പോലീസ് സേനയെ തന്നെ ഷണ്ഡീകരിക്കുന്ന ഒരു നിലപാടാണ് CPM-ഉം അതുപോലെ പിണറായി വിജയൻ സർക്കാരുമൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ കൃത്യമായി നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതിൽ പോലും കാണുന്നത് നേരത്തെ അനിൽകാന്ത് ആയിരുന്നു, അതിനു മുമ്പ് ലോക്നാഥ് ബെഹ്റയായിരുന്നു, ഇപ്പോൾ ദർവേഷ് സാഹിബാണ്. ഇത്തരത്തിലുള്ള പല ആളുകളെയും പുതിയ ആളുകളെയും ഒക്കെ വെച്ചേക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പോലീസിൻ്റെ ചീഫുകളെ വെക്കുന്നതും പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വെക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ഒന്നാമത്തെ കുറ്റം. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ പറയുന്ന കൊലപാതകങ്ങളും അക്രമ പരമ്പരകളുമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം കഴിവില്ലാത്ത ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ ഒരാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും ഇത് മാറില്ല. ശരിക്കും കേരള ജനത പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഞാണിന്മേൽ കളിയായതുകൊണ്ട് കോൺഗ്രസ്സൊക്കെ അത്രമാത്രം എഫിഷ്യൻ്റായി കൃത്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ചാൻസ് പിണറായി വിജയന് തന്നെ കിട്ടിയേക്കാം എന്ന് പറയുന്ന ഒരു ഭയവുമൊക്കെ ജനങ്ങളിലുണ്ട്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ കേരള സമൂഹം പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്. വിവേകാനന്ദൻ പറഞ്ഞ പോലെ വീണ്ടും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഈ കൊലപാതകം നടത്തിയത് സാധാരണ പെട്ടെന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും രോഷങ്ങൾ കൊണ്ടാണെന്നാണ് ഇപ്പം അദ്ദേഹം കൃത്യമായി
ഒരു ചില പ്രകോപനം ഉണ്ടായതുകൊണ്ടാണ് കൊലപാതകം നടത്തിയത്, അവർ ചീത്ത പറഞ്ഞതുകൊണ്ടാണ്, വണ്ടി കൊണ്ടുതന്നെ ഇടിപ്പിക്കാൻ നോക്കി എന്നൊക്കെയാണ് ഇന്ന് SP കൊടുത്തിട്ടുള്ള മൊഴിയിൽ ഈ ചെന്താമര പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാരണം അവിടെയുള്ള നാട്ടുകാരും ആളുകളും ഒക്കെ പറയുന്നൊരു കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ജ്യോതിഷത്തിലും അതുപോലെ തന്നെ ചില അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായപ്പോൾ ഏതോ ജ്യോതിഷി എന്ന് പറയുന്ന ഏതോ കള്ളൻ മുടി നീട്ടി വളർത്തിയ പെണ്ണുങ്ങളാണ് ഇയാളെ ദ്രോഹിക്കുന്നത്, ഇവരുടെ കുടുംബത്തിന് വലിയ നാശമുണ്ടാക്കുന്നു, ചില കൂടോത്രം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങൾ ഇയാളുടെ അടുത്ത് പറയുകയും അങ്ങനെ മുടി നീട്ടി വളർത്തിയിട്ടുള്ള സ്ത്രീകളെ ഇയാൾ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കൊന്നു എന്ന് മാത്രമല്ല, ഇനിയും 2 or 3 പേർ കൂടി ഇയാളുടെ ലിസ്റ്റിലുണ്ട് എന്നുമാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് ഏതാണ്ട് ഇലന്തല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്, പത്തനംതിട്ടയിൽ വെച്ചിട്ട്, ആ പേരത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല, നരബലി നടന്നത് നമുക്കറിയാം. ആ നരബലി നടന്നത് ഇതുപോലെ തന്നെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ ഉയർച്ച ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് നരബലി നടന്നിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്കറിയാലോ, ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു ഗോപൻ എന്ന് പറയുന്ന ഒരാളുടെ സമാധി, അത് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പായി തുടങ്ങിയതാണ്. അതായത് പുതുള്ളിയുടെ സ്വന്തം അച്ഛനാണെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലും സമാധിയാക്കി അവിടെ ഇരുത്തുക, പിന്നെ അത് വലിയ തീർത്ഥാടന പ്രവാഹം ഉണ്ടാക്കുക, അമ്പലമാകുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്ന, ചിക്കിളി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭക്തിയുടെയൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു ശ്രമം നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെയുള്ള പല എലന്തൂർ പോലെയുള്ള ഗ്രാമത്തിൽ നരബലി നടക്കുന്നു, ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു. പിന്നെ നമ്മുടെ KPCC പ്രസിഡന്റ് തന്നെ കൂടോത്രം എടുക്കുന്നു. KPCC പ്രസിഡന്റും രാജ്ഭവൻ ഉണ്ണിത്താനും കൂടി നടന്ന് കേരളത്തിലെ 2 MP മാരും KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള K. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടന്ന് ഒന്ന് ആലോചിച്ചു, കൂടോത്രം കണ്ടെടുക്കുന്നു, അപ്പോൾ കൈ കണ്ടെടുക്കുന്നു, അപ്പോൾ കൈക്കൊന്നും പറ്റിയില്ലോ എന്ന് പറയുന്നു, കാല് കണ്ടെടുക്കുന്നു, അപ്പോൾ കാലുവേദന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ദൈവമേ തല ഏതോ ഭാഗം കണ്ടെടുക്കുന്നു, അപ്പോൾ തല പോയില്ലല്ലോ എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വിവരം കെട്ട അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടിക്കൊണ്ടിരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഒത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതാണ് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് K. സുധാകരനൊക്കെ തന്നെ കാണിച്ചു കൊടുക്കുന്ന മാതൃകയിലേക്ക് ആളുകൾ പോകുന്നു. അന്ധവിശ്വാസം കൂടുന്നു. KPCC പ്രസിഡന്റ് കസേരയിൽ ഇങ്ങനെ അന്ധവിശ്വാസമുള്ള ഒരാൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഇനി കോൺഗ്രസ്സുകാരുടെ അന്ധവിശ്വാസം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം KPCC പ്രസിഡന്റിൻ്റെ കസേരക്കടിയിലും ഇതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതോ ഓംലറ്റ് അടിച്ചുമൊക്കെ വെച്ചിരുന്നു. അതായത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റുകളിലൊക്കെ എന്ന് പറയുമ്പോൾ ഇവരുമൊക്കെ എത്തരത്തിലുള്ള അന്ധവിശ്വാസികളായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. രണ്ടാമത്തത് നമ്മൾ ആലോചിക്കേണ്ടത്, കോൺഗ്രസ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ നിഷ്ക്രിയമാണ്. ഇത്തരം കാര്യങ്ങളിലോ സാമൂഹികമായിട്ടുള്ള പരിഷ്കരണത്തിന് വേണ്ടിയൊന്നും കോൺഗ്രസ് ഇടപെടുന്നേയില്ല. അതുകൊണ്ട് ഈ അന്ധവിശ്വാസം കുറക്കാനോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും മെച്ചപ്പെടൽ നടത്താനോ ഒന്നും ഒരു തരത്തിലുള്ള ഇടപെടലും കോൺഗ്രസ് നടക്കുന്നില്ല. അങ്ങേയറ്റം നിഷ്ക്രിയമായിട്ടിരിക്കുകയാണ്. CPMൻ്റെ സംഘടനകളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന മറ്റേ കാവലാൾ എന്ന് പറയുന്ന പാട്ട് എഴുതുകയും കാരണഭൂതൻ എന്ന് പറയുന്ന പാട്ട് എഴുതുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് അവരെല്ലാവരും തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സാംസ്കാരികമായിട്ടുള്ള നവോത്ഥാനത്തിൽ നിന്ന് പുറകോട്ട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അവരിതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അത് തീർച്ചയായിട്ടും BJP ആണ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തിന് ഇവിടെ വലിയ ഇടം കിട്ടുന്നു എന്ന് പറയുമ്പോൾ, അതായത് സുരേഷ് ഗോപിയൊക്കെ ഇരുന്നിട്ട് 1 രൂപ കൊടുത്തിട്ട് ആളുകളുടെ കാലെ തൊട്ട് വന്നിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉടായ്പ പണികൾക്കൊക്കെ തന്നെ വലിയ സാധ്യതകൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കേരളം പുറകോട്ട് നടക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ പറയുന്ന ആളുകളുടെ ഇത്തരം ഈ ജ്യോതിഷിയെയും അതുപോലെ അന്ധവിശ്വാസങ്ങളിലേക്കുമൊക്കെ കിടക്കുന്ന മാനസിക നിലകളെ കൂടി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ 2 പ്രശ്നങ്ങളെയും കൃത്യമായി കേരള സമൂഹം അഡ്രസ്സ് ചെയ്യണം. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, അല്ലാതെ ചെന്താമരയെ മാത്രമായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ദുഷ്ടൻ തീർച്ചയായിട്ടും തുറുങ്കിലടക്കപ്പെടണം. അത് പിന്നെ ഇപ്പോൾ പുറത്തിറങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അത് തുറുങ്കിലടക്കപ്പെടട്ടെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാതെ വയ്യ. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായി തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത്, ഇവിടെ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ച് മരിക്കാൻ തയ്യാറായിട്ട് ആളുകൾ പോകുന്നത് ഇതുപോലെയുള്ള അന്ധവിശ്വാസമാണ്. പിന്നെ അവർക്ക് 70ഓളം ഹൂറികളും സ്വർഗവും അവിടെ വലിയ തോതിലുള്ള പാനീയങ്ങളും ഒക്കെ കിട്ടുമെന്ന് പറയുന്ന അന്ധവിശ്വാസം, ഇതെല്ലാം കേരളത്തിൽ വിലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജാതി മത വിഭാഗത്തിലുള്ളവരുടെയും. അതുകൊണ്ട് കൂടിയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ കൊലപാതകങ്ങളും അക്രമ പരമ്പരകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോകുന്ന ISIS തീവ്രവാദികളാകാൻ പോകുന്നവരുടെ വിശ്വാസം, അവർ ഒരാളെ കൊല്ലുമ്പോൾ ഒരാളെ രക്ഷിക്കുകയാണ്, അയാളെ ഒരു തെറ്റിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് വിടുകയാണ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതേപോലെയുള്ള വിശ്വാസങ്ങൾ ഈ പറയുന്ന ചെന്താമരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്
കൂളായി വളരെ ഒരു കുറ്റബോധം ഒട്ടുമില്ലാതെ അദ്ദേഹമൊക്കെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളെ നേരിടുന്നത് എന്ന് പറയുന്നത് യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതൊരു മാനസികമായ രോഗം കൂടിയാണ്. വൈറസ് കോവിഡ് പടർന്നു പിടിച്ചതുപോലെ മറ്റ് നിപ്പ പടർന്നു പിടിക്കുന്നത് പോലെ തന്നെ കേരളത്തെ പടർന്നു പിടിച്ചിരിക്കുന്ന വലിയ മാനസിക രോഗം കൂടിയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെന്ന് മറന്നു പോകരുത്. അതിനെതിരെ ഒരു സമൂഹം ജാഗ്രതയോടെ ഇരിക്കുകയും കുറെ കൂടി കൃത്യമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ഭാവിയിൽ കാണാനിരിക്കുന്നത്.